ഹലോ ഗായ്സ്, ഞങ്ങളുടെ നൈറ്റ് വ്ളോഗ് കണ്ടാലോ? ഒന്ന് കാണാം. എന്തായാലും ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് ആൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആൾ മയോനസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഫുഡിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ കറിയും ആൾ തന്നെ വെക്കുന്നത് കേട്ടോ. ഇന്നത്തെ രാത്രിയത്തെ കുക്കിംഗ് ആൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് എനിക്ക് ലീവ് തന്നിരിക്കുകയാണ് കേട്ടോ. വൈകുന്നേരം എന്തായാലും സൂപ്പർ റെസ്റ്റ് എടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പാവം പണിയെടുക്കില്ലേ പറഞ്ഞ് ഞാൻ മോരുമ്പെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ബാക്കിയുള്ള മോരുമ്പെള്ളം ഞാനും കുടിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അത് കുഞ്ഞൂസ് വന്ന് വേണം പറയുന്നുണ്ട്. എല്ലാത്തിനും ടേസ്റ്റ് ജസ്റ്റ് നോക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ കുടിക്കുകയൊന്നുമില്ലേ, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവാൻ കേട്ടോ. പിന്നെ എന്തായാലും എനിക്ക് ലീവല്ലേ, അപ്പോൾ ആൾ ചപ്പാത്തിയും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തിയും ചിക്കൻ കറിയും. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? ഷവർമ്മ. എന്തായാലും ആൾ അടുക്കളയിൽ പണി കഴിയുമ്പോൾ ഞാനിത് സുഖമായി കാലും നീട്ടിയിരുന്ന് ഇറച്ചിയൊക്കെ വെന്തോ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ലിവർ ചൂടോടെ ഇരുന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലേ ഗൈസ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട പീസാണിത്. അപ്പോൾ ഞാൻ പിള്ളേർ വന്നപ്പോൾ പറഞ്ഞു അതൊരു കഴിക്കാൻ പാടില്ല, അത് വയറിന് കേടാണ്, കുട്ടികൾക്ക് ലിവർ കഴിച്ച് കഴിഞ്ഞാൽ അസുഖങ്ങൾ വരും, അതുകൊണ്ട് അമ്മ ഫുള്ളായി കഴിക്കുക എന്ന് പറഞ്ഞ് നൈസായി അവർ ഞാൻ ആട്ടി വിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കിയൊക്കെ ഞാനിരുന്ന് കഴിക്കുന്നുണ്ട്. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കറിയൊക്കെ വെച്ചത്. ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കൂടെ വായിൽ വെള്ളം വരുന്നു. അതെന്താണെന്നറിയില്ല, എപ്പോഴെങ്കിലും ഇതുപോലെ ഭർത്താക്കന്മാർ അടുക്കളയിൽ കയറി കുക്ക് ചെയ്യുമ്പോൾ ആ ഫുഡിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഇനിയും ഉണ്ടാക്കി തരുള്ളൂ കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പാക്കറ്റ് ചപ്പാത്തി നേരെ ഉണ്ടാക്കാൻ കിട്ടുന്നില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കി നോക്കുന്നത്. കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ, വലിയ ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ അതാ നമ്മുടെ മയോനസൊക്കെ ചപ്പാത്തിയിൽ തേച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഈ ചപ്പാത്തി വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഷവർമ്മ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ മയോനസ് നല്ല തിക്കായി തേച്ച് കൊടുക്കണേ. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ മിക്സൊക്കെ അതിലിട്ട് റോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷവർമ്മ റോളാണ് ഫസ്റ്റ് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. വീട്ടിൽ എന്തുണ്ടാക്കിയാലും അതിൻ്റെ ടേസ്റ്റ് നോക്കുന്ന ആൾ ഞാനാണ്, നല്ലതായാലും പൊട്ടയായാലും കേട്ടോ. പിന്നെ അവർ തന്നില്ലെങ്കിൽ ഞാൻ ആദ്യമേ പോയി ചോദിക്കും, തരൂ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന്. അപ്പോൾ ഇതാ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. സംഭവം കിടുമായിരുന്നു കേട്ടോ ഗൈസ്. ചപ്പാത്തിയും കൊണ്ട് ഉണ്ടാക്കിയാലും സംഭവം അടിപൊളിയാണ്. കുബൂസാണെങ്കിൽ ഒന്നും കൂടെ സ്വീറ്റ്നെസ് ഉണ്ടാവും, എന്നാലും ഇത് അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു സന്തോഷമാണ് മുഖത്ത്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കുമോ? ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കേട്ടോ ആളുടെ അടുത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഷവർമ്മ പ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കഴിക്കുന്നുണ്ട്, എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട്. രാത്രിയത്തെ ഫുഡ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ചിക്കൻ കറി കൂട്ടാൻ നിന്നില്ലേ, ഇതൊക്കെ കഴിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ളാവുമല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാൻ. ടാറ്റാ ബൈ ബൈ, സീ.